ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ഡാൽ കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നെടുകെ കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഈ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. ഇനി നിങ്ങൾക്ക് പൊടികൾ കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത് വഴറ്റി കൊടുത്താൽ മതിയാകും. ഇത് വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. സവാളയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാർലിക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇന്ന് അത് രണ്ടും ആഡ് ചെയ്യുന്നില്ല. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഏറ്റവും ചെറിയ തീയിലിട്ട് പാത്രം അടച്ചു വെച്ച് ഈ തക്കാളി അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പാത്രം അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചെറുപരിപ്പ് നന്നായിട്ട് കഴുകിയ ശേഷം ആവശ്യത്തിന് വെള്ളവും കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപരിപ്പിന് പകരം തോരപ്പരിപ്പ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ തോരപ്പരിപ്പും ചെറുപരിപ്പും രണ്ടും കൂടെ മിക്സ് ചെയ്തും യൂസ് ചെയ്യാം. പക്ഷേ ചെറുപരിപ്പ് ചേർക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ കറിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഞാൻ ആ പരിപ്പ് വേവിച്ച പാത്രത്തിൽ തന്നെയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ കറി നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കറി ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഡാൽ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ജീര റൈസിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. പുട്ടിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് കാണുവാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന് തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. സോ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.